ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ തായ്ഫിൽ നിന്നും പിന്നെ പോയത് അൽബഹയിലേക്കാണ്. കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡാണ് അൽബഹയിലേക്കുള്ളത്. ഒരുപാട് വളവുകളും ടണൽസും ഒക്കെയുള്ള 2-വേ റോഡാണ്. രാത്രി യാത്ര ഒഴിവാക്കാൻ ശ്രമിക്കുക, പക്ഷേ കാഴ്ചകൾ അതിമനോഹരമാണ്. തായ്ഫിനേക്കാളും നല്ല അടിപൊളി ക്ലൈമറ്റാണ് അൽബഹയിൽ. അപ്പോൾ എന്തായാലും അൽബഹയിലെ റഗദാൻ ഫോറസ്റ്റ് പാർക്കിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരുപാട് പാർക്കിംഗ് സ്പോട്ടുകൾ ഈ പാർക്കിനകത്തുണ്ട്. മാത്രമല്ല, നമുക്ക് നമ്മുടെ കാറും കൊണ്ടെല്ലാം ഈ പാർക്ക് മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങാൻ പറ്റും. ഇതിനകത്ത് ഷോപ്പുകളൊക്കെ കുറവാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്ന വഴി തന്നെ മേടിച്ച് കയ്യിൽ കരുതുക. പിന്നെ ഫുഡ് ട്രക്സ് ഒക്കെ ഉണ്ട്, പക്ഷേ ഉച്ച ആയതുകൊണ്ട് തന്നെ എല്ലാം ക്ലോസ്ഡ് ആണ്. നൈറ്റാണ് അവരത് ഓപ്പൺ ആക്കത്തുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണിപ്പോൾ. ഈ തണുപ്പുള്ള ഈ ക്ലൈമറ്റിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലത്ത് പരന്ന് കിടക്കുന്നൊരു വലിയ പാർക്കാണ് റഗദാൻ പാർക്ക്. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ഡേ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ മാത്രമുണ്ട്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മളിവിടെ വരികയാണെങ്കിൽ ശരിക്കും നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. നാലുമണി ആയപ്പോൾ തന്നെ മഞ്ഞ് മൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദൂരേക്കുള്ള കാഴ്ചകളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയണത് ഇവിടെ സിപ്പ് ലൈൻ ഉണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. കുറച്ച് ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ശരിക്കും ഞാനത് എൻജോയ് ചെയ്തു.
പാർക്കിൻ്റെ ഒരു നൈറ്റ് വ്യൂ ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. രാത്രിയായപ്പോൾ തന്നെ പാർക്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. പാർക്ക് ശരിക്കും ഒരു ഹിൽ ടോപ്പിലായതുകൊണ്ടാണ് ഇത്ര തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ തണുപ്പുള്ള ക്ലൈമറ്റൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ തൊട്ടടുത്തുള്ളൊരു പാർക്കിലോട്ടാണ് പിന്നെ നമ്മൾ പോയത്. ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ശരിക്കും എൻജോയ് ചെയ്ത് കുറച്ച് നേരം ഇവിടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോയത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.